ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? ഇന്നിപ്പം ഒരു പണിയില്ലാതെ ചുമ്മാ കൂത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ചായക്ക് നമുക്ക് എന്തെങ്കിലും ചെറുകടി ഉണ്ടാക്കിയാലോ, നമുക്കൊരു റവലൂഡും ഉണ്ടാക്കിയാലോ. അതായത് കേസരി ഉരുട്ടിയെടുക്കുന്ന പരിപാടി. എന്നാ പെട്ടെന്ന് ഉണ്ടാക്കാം, 5-10 മിനിറ്റിനുള്ളിൽ സാധനം തീർക്കും. അപ്പം വാ പരിപാടിയിലേക്ക് കിടക്കാം. പ്ലീസ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അപ്പം തുടങ്ങാല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ പാൻ വെച്ചു. ഇനി അത് ചൂടാകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ പഞ്ചസാര ചൂടായും തോന്നുന്നു ഏകദേശം. അപ്പം മറ്റൊക്കത്തോളം പഞ്ചസാര ഇട്ടു. അപ്പോൾ ആ കൂടെ തന്നെ ആ അളവിൽ തന്നെയുള്ള വെള്ളം, അല്ലെ ഇത് മറ്റേ കരിക്കട്ട പോലെ ഇരിക്കും. ഇനി ഇതിട്ടൊന്ന് ലയിപ്പിക്കണം. ഇതൊന്ന് ലയിപ്പിക്കണം. അറിയാലും റവയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം റവ നമ്മൾ മറ്റേ എന്നായിരുന്നു നാട്ടിൽ നിന്ന് വറുത്ത റവയാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം വറക്കാത്ത റവയാണെങ്കിൽ നമ്മുടെ നെയ്ക്കത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതൊന്ന് ലയിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര വെള്ളവുമായിട്ട് ലയിച്ച് ദ്രകടങ്ങ പുള്ളിക്കിതനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത റവ നമ്മളിട്ടു. ഇനി ഇവരെല്ലാവരെയും കൂടി ഒന്ന് ലയിപ്പിക്കണം. ലയിച്ച് കഴിഞ്ഞ് ബാക്കി കാണാം കേട്ടോ. അങ്ങനെ അവർ ഏകദേശം ലയിച്ചു. ലയിച്ചതിൻ്റെ അകത്ത് നമ്മൾ കാച്ചി വെച്ചിങ്ങനെ പാല്, ഇനി ഇവരെയും ഇളക്കി അങ്ങ് ലയിപ്പിക്കണം. ഇനി ഇതും ലയിപ്പിച്ച് കഴിഞ്ഞ് ബാക്കി കാണാം. അങ്ങനെ അവരെല്ലാവരെയും നമ്മൾ ലയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ മുകളിൽ കൂടി ഇട്ട് ഒന്ന് വെതറി ചൂടാറി കഴിഞ്ഞ് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ചൂടാറി കഴിഞ്ഞ് ഉരുട്ടിക്കഴിഞ്ഞെടുത്ത് ബാക്കി വീഡിയോ കാണിക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ അവസാനം നമ്മുടെ റവ ലഡു റെഡിയായി. കൊള്ളാം. 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് താഴെ പെട്ടെന്നുള്ള പരിപാടി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇസ്മി ഷാരോൺ. ബൈ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി പറഞ്ഞത് വേണ്ട. ഓക്കെ.